എന്തു പറ്റി? ആകെ കൂടെ മനസ്സിനൊരു സുഖമില്ല. എന്താ? പ്രായം കൊണ്ട് എന്നേക്കാൾ മൂത്തതായിരുന്നെങ്കിലും രാജേട്ടൻ എന്റെ ബന്ധത്തിലുള്ള ചേട്ടൻ മാത്രമായിരുന്നില്ല, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. രാജേട്ടന്റെ ഭാര്യ തുളസി ചേച്ചി ഇത്ര ചെറുപ്പത്തിലെ വിധവയായി. ഇതിന്റെ എല്ലാം കാരണക്കാരെ ഇതുവരെയായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വന്നാൽ നിന്റെ ആൾക്കാർ അവരാണ് എല്ലാറ്റിനും മറ നിൽക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? നിനക്കത് മനസ്സിലാവില്ല സീതേ. നിന്നെ പോലുള്ളവരെ മനസ്സിലാക്കിക്കാനും തിരുത്താനും കഴിയാത്തതാണ് ഞങ്ങളുടെ പരാജയം. തെറ്റാണ് ചെയ്യുന്ന അറിയാണ്ട് നിങ്ങൾ എന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും. സീതയ്ക്കറിയാം, ഈ നാട്ടിലെ കള്ളക്കടക്കാരെല്ലാം പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വിശ്വാസത്തെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടാണ്. ഇവിടെ കൊല്ലും ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ആൾക്കാർ സത്യം മനസ്സിലാക്കില്ല. തൽക്കാലം കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ അവർക്ക് വലുതായി തോന്നൂ. എന്താ ഗോന്നുകുട്ടി? പെണ്ണുമ്പിള്ളേ, നിങ്ങളങ്ങോട്ട് മാറിയൊക്കെ. എടേ വാരിയുടെ ഗോന്നുകുട്ടി കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കട്ടെ. നീ അകത്ത് കയറി പൊടി വേണ്ടേ? എടേ ഇവിടെ വരാൻ. നിങ്ങളിങ്ങ് വന്നേ. മര്യാദക്ക് ഇറങ്ങി വരാനാ നിന്നോട് പറഞ്ഞത്. രാധയോടെ നിൽക്ക്. ഇനി ഇറങ്ങി വരാൻ. ആദ്യം പറയുന്നത് കേൾക്ക്. നിന്നോടാ പറഞ്ഞത് ഇറങ്ങി വരാൻ. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഗോവിന്ദൻകുട്ടി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. നീ ആണോ ചോദിക്കാൻ? ഇങ്ങോട്ട് വരാ. അയ്യോ, മര്യാദയ്ക്കാ ഞാൻ ആദ്യം പറഞ്ഞത്. ഗോവിന്ദൻകുട്ടി പോ, രാധ വന്നോളൂ. എനിക്ക് മനസ്സില്ലെങ്കിലോ? ചെതുക്കുറ്റിക്കിട്ട് രണ്ടങ്ങ് തരിഞ്ഞ. കാഴ്ചയിൽ നിന്നേക്കാൾ ചെറുതാണെങ്കിലും കടലിൽ പോയി പങ്കായം പിടിച്ച് തഴമ്പിച്ച കൈയാണിത്. നീ എന്നെ തല്ലുമെന്ന് പറഞ്ഞല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. അമ്പേ കാലമാടൻ ഒരു ഉന്തുന്നിയത് കണ്ടില്ലയോ? വന്നേ, നോക്കി നിൽക്കാതെ ഒന്ന് പൊക്കടാ.